ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. 1-ാം വാക്യം വായിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ എഴുതിയത് ശലോമോനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശലോമോനെ കുറിച്ച് 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ സദൃശവാക്യങ്ങൾ എഴുതിയതിനെക്കുറിച്ചും ഗീതങ്ങൾ എഴുതിയതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2-ാം വാക്യം തുടങ്ങി ശ്രദ്ധിക്കുമ്പോൾ സദൃശവാക്യങ്ങളുടെ ഉദ്ദേശം എന്തിനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. ഇതിനൊക്കെ വേണ്ടിയാണ് സദൃശവാക്യങ്ങളെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഈ ലോകത്ത് അനേക ഭക്തന്മാരുണ്ട്, പക്ഷേ യഹോവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാണ് ജ്ഞാനം കൊടുക്കുന്നത്. പക്ഷേ ഭോഷന്മാർ അത് നിരസിക്കും. ഭോഷന്മാർക്ക് ദൈവത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് അവർ ജ്ഞാനവും പ്രബോധനവും ഒക്കെ നിരസിക്കാനിടയാകും. അവർക്ക് അതിനെക്കുറിച്ച് ഉള്ള മഹത്വം അറിയാത്തതുകൊണ്ട് അവരത് തള്ളിക്കളയും. അതുപോലെ 8-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. അപ്പൻ പറയുന്ന പ്രബോധനവും അമ്മയുടെ ഉപദേശം കേൾക്കാനും 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ ലോകത്ത് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ അനേക മക്കൾ അപ്പനെ അമ്മയെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം എന്താഗ്രഹിക്കുന്നു അതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ലാതെ അമ്മയും അച്ഛനും പറയുന്നത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ അവ നിൻ്റെ ശിരസിന് അലങ്കാരമാല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അനേക അനുഗ്രഹങ്ങളെ തരും. അതുപോലെ 10-ാം വാക്യം വായിക്കുമ്പോൾ, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. നമ്മൾ പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. പാപവഴിയിൽ അകപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. അതൊന്നുമില്ലാതെ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ മാനിച്ചും യഹോഭക്തിയുള്ളവരായി ദൈവവഴിയിൽ നടപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.